Good morning. Good morning, ma'am. Morning. Good morning. Good morning. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടാ. സ്റ്റാർട്ട് ചെയ്യട്ടെ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ പേര് നൂരിഷ. ഞാനാണ് ഇന്ന് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഏതൊരു കാര്യവും നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ഇന്നത്തെ ക്ലാസ്സും നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. പ്രയറിനായി അർച്ചനയെ ക്ഷണിക്കുന്നു. അർച്ചന ഇല്ലേ? അർച്ചന എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു മിസ്. ഞാൻ തന്നെ പ്രാർത്ഥന അങ്ങ് ചൊല്ലാം. ഓക്കെ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാർത്തിടാം. സൈനിങ് ചെയ്യാനായി അനുവിനെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്ന അശ്വതി മിസ്സിനെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും സ്നേഹസ്വാഗതം. ഹാവ് എ നൈസ് ഡേ എവരിവൺ. താങ്ക് യു അനു. പോസിറ്റീവ് ചിന്തകൾ നമ്മെ എപ്പോഴും നെഗറ്റീവിൽ നിന്ന് മാറ്റി നിർത്തുന്നു. നല്ലൊരു സന്ദേശത്തിനായി സനിലയെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഐ ആം സനില. ഇന്ന് തോട്ട് ഓഫ് ഡേ പറയുന്നത് ഞാനാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവ് ചിന്തകളാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്. നമ്മുടെ വിജയങ്ങളും പരാജയങ്ങളും സന്തോഷവും സങ്കടവും അങ്ങനെയുള്ള മറ്റെല്ലാ വികാരങ്ങളും നമ്മുടെ മൈൻഡ് സെറ്റിനെയാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം നമ്മുടെ ചിന്തകളാണ് നമ്മളെ ഓരോ ദിവസവും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയായിട്ടുള്ള ദിശാബോധവും ശരിയായ മൈൻഡ് സെറ്റും നമ്മളെ ലക്ഷ്യത്തിലേക്ക് നയിക്കും. ഒരു ചെറിയൊരു കഥ പറയാം. ഒരിക്കലൊരു മുത്തശ്ശൻ തന്റെ കൊച്ചു കുഞ്ഞിന് ജീവിതത്തിന്റെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: നമ്മുടെ ഉള്ളില് രണ്ട് ചെന്നായ്ക്കളുണ്ട്, ഒന്ന് നെഗറ്റിവിറ്റി, ഒന്ന് പോസിറ്റിവിറ്റി. അപ്പോ കുഞ്ഞു ചോദിച്ചു, ഇതിനകത്ത് മുത്തച്ഛൻ പറഞ്ഞു, അവ എല്ലാ ദിവസവും പോരടിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ കുഞ്ഞു ചോദിച്ച ഒരു കാര്യം ഇതാണ്: മുത്തച്ഛ, എങ്കിൽ ആരായിരിക്കും അത് ജയിക്കുക എന്ന്. അപ്പൊ മുത്തച്ഛൻ പറഞ്ഞത് ഇതാണ്: ആർക്കാണോ നീ ഭക്ഷണം കൊടുത്ത് വളർത്തുന്നത് അവരായിരിക്കും ജയിക്കുക എന്ന്. അപ്പൊ അത് തന്നെയാണ് എനിക്കും പറയുവാനുള്ളത് നമ്മുടെ കൂട്ടുകാരോട്. നമ്മള് നെഗറ്റിവിറ്റിക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എന്നും കടന്നു വരിക നെഗറ്റിവിറ്റി മാത്രമായിരിക്കും. പോസിറ്റിവിറ്റി ആണെങ്കിൽ നമുക്ക് എന്നും കടന്നു വരിക പോസിറ്റിവിറ്റി ആയിരിക്കും. ഞാൻ ഈ ഒരു ടെക്നിക്ക് എന്റെ ലൈഫിൽ തന്നെ പ്രയോഗിച്ചതാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടും ഞാൻ ഇന്നത്തെ ദിവസം തോട്ട് ഓഫ് ദി ഡേ ഏറ്റെടുത്ത് വന്നത്. അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്: ബി പോസിറ്റീവ്, ബി ഹാപ്പി. താങ്ക് യു ഓൾ. ഓക്കെ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലൈമറ്റ് വെൽനെസ് വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? അതുവരെയല്ലേ പറഞ്ഞത്? നമ്മളെ കഴിഞ്ഞ 2 ക്ലാസ്സുകളാണ് തോന്നുന്നു അല്ലെ? 2 ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞ കാര്യങ്ങള് ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള, നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള, ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള എന്താ പറയാ, ഇപ്പൊ നിങ്ങളുടെ വ്യൂ പോയിന്റ്സിനോട് ചേർന്നിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. ആഡ് ചെയ്തിട്ടും കൂടി പറയാം കേട്ടോ. വെൽനെസ്, അതുപോലെ തന്നെ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ.
ഒന്നും മനസ്സിലായില്ലേ ക്ലാസ്സില്? 2 ക്ലാസ്സുകൾ കേട്ടിട്ട് മനസ്സിലായോ? എന്താണ് റിപ്ലൈ ഇല്ലാത്തെ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുമെന്ന്, അല്ലേ? അപ്പൊ പറഞ്ഞോളൂ. 2 ക്ലാസ്സിലായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, വെൽനെസ്സിനെ സംബന്ധിച്ച്, ഹെൽത്തിനെ സംബന്ധിച്ച്, അതുപോലെ മെന്റൽ ഹെൽത്തിനെ സംബന്ധിച്ച് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വെൽനെസ് എന്ന് പറഞ്ഞാൽ സുഖം, സന്തോഷം, സമാധാനം എന്നിവ എല്ലാമാണ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന്, ഓരോ വ്യക്തിക്കും സന്തോഷകരമായിട്ട് ജീവിതം നയിക്കാനും അവരുടെ ശരീരം പിന്നെ ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുമുള്ള റെസ്പോൺസിബിലിറ്റി ഓരോ മനുഷ്യനുമുണ്ട്. പിന്നെ ഫിസിക്കലായിട്ട് നമ്മൾ ഫിറ്റായിരുന്നാൽ മാത്രം നമുക്ക് ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റത്തില്ല. സന്തോഷം, സമാധാനം, നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരേപോലെ സമാധാനവും സന്തോഷപരമായി നമ്മൾ ഇരിക്കുക. പിന്നെ സാമൂഹികപരമായിട്ട് നമുക്ക് നന്നായി ഇടപെടാൻ കഴിയുക. ഇതെല്ലാമാണ് നമ്മൾ വെൽനെസ്സും വെൽനെസ് എല്ലാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ വെൽനെസ് നമുക്ക് പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ട്. ലൈഫ് പർപ്പോസ് ചെയ്യണം വെൽനെസ്സിൽ. അങ്ങനെ പോസിറ്റീവ് തിങ്സ് ഒക്കെ നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും. ഇത്രയാണ് ടീച്ചർ എനിക്ക് മനസ്സിലായത്. അല്ലേ? അപ്പൊ വെൽനെസ് ഉണ്ടെങ്കിലാണ് ജീവിതത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളത്, അല്ലേ? വെൽനെസ് വേണം, അല്ലേ? വെൽനെസ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ സന്തോഷമായിട്ട് ഇരുന്നാല്, നമ്മുടെ പോസിറ്റീവ് ചിന്തയോട് കൂടി ഇരുന്നാല് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേരുന്ന പറയുന്നത്. നമ്മൾ ഹെൽത്തി ആവും, അല്ലെ? നമ്മളിപ്പോ എന്താ പറയാ, ഓരോ ദിവസവും എഴുന്നേൽക്കുന്നത് നല്ല നല്ല ആളുകളെ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അവരോട് നല്ല ഇന്ററാക്ഷൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ജോലി സ്ഥലത്തോ നമ്മുടെ വീട്ടിലോ അധികം പ്രഷറോ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഹെൽത്തും അതിന്റെ കൂടെ തന്നെ വരും, അല്ലേ? നമുക്കറിയാം, ഇപ്പോ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് ഏറിയ ആളുകൾ എന്ന് പറയുന്നത് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഇത് അനുഭവിക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ ജോലി സ്ഥലത്തെ പ്രഷർ, അതുപോലെ വീട്ടിൽ ചെന്നാല് വീട്ടിലത്തെ പ്രഷർ, അങ്ങനെ കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹെൽത്തും അതിലൂടെ നശിച്ചു പോവാണ് ചെയ്യുന്നത്, അല്ലെ? ആദ്യം ഈ എന്താ പറയാ, സ്ട്രെസ്സും അതുപോലുള്ള പ്രഷറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മെന്റലി ഡിപ്രസ്ഡ് ആവും. അതിലൂടെ നമ്മൾക്ക് ശാരീരികപരമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാം. ഓക്കെ, അപ്പോ ഒരു പോസിറ്റീവ് ചിന്ത അല്ലെങ്കിൽ എന്താ പറയാ, പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, വളരെ കുറച്ച് സമയമാണ് ദൈവം നമുക്ക് ജീവിക്കാനായിട്ട് ഇവിടെ അനുവദിച്ചു തന്നിട്ടുള്ളത്. ആ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കത് തിരികെ കിട്ടില്ല, അല്ലെ? ഇപ്പൊ ഈ കടന്നു പോകുന്ന ഓരോ മൊമെന്റും നമുക്ക് എന്ത് ചെയ്യില്ല, ലൈഫിൽ തിരികെ കിട്ടില്ല. അപ്പോ സമയം എന്ന് പറയുന്നത് വേസ്റ്റ് ആകാതിരിക്കുക. നമ്മൾക്ക് കിട്ടിയ സമയം അല്ലെങ്കിൽ നമ്മൾക്കുള്ള സമയം കൊണ്ട് നമ്മൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഫാമിലിയെ അതോടൊപ്പം തന്നെ കൊണ്ടുപോകാനായിട്ട്, അവരെയും നല്ല രീതിയിൽ നോക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ കാര്യം കൂടി, ഫാമിലിയെ നോക്കണം, നമ്മളെയും കെയർ ചെയ്യണം, കേട്ടോ? 2 കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ഫാമിലി മാത്രമല്ല, ഫാമിലിയെ നമ്മൾ നോക്കണം, കാരണം നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മളും നമ്മുടെ കാര്യങ്ങളും നോക്കണം. കിട്ടുന്ന സമയത്ത് നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് താല്പര്യം, നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ്, ആ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, വെൽനെസ്സും വന്നു ചേരും. പിന്നെ നല്ല നല്ല ബുക്കുകൾ റീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ കുറെ നേരം ഈ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും അതൊക്കെ കണ്ടിരിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് ഒരു ബുക്ക് റീഡ് ചെയ്യാന്നുള്ളത്, അല്ലെ? നമ്മള് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ഇപ്പൊ യൂട്യൂബ് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാണ് നമ്മൾ. നമ്മുടെ സമയമാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സമയം അറിയുന്നില്ല, എത്ര പെട്ടെന്നാണ് സമയം കടന്നു പോകുന്നതെന്നോ. ആ സമയം ചിലപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയുന്ന ഇത്രയും സമയം പോയോ എന്ന്, അല്ലെ? അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് 4 പേജ് വരെ ചിലപ്പോൾ വായിക്കാനായിട്ട്, അതിലും കൂടുതൽ പേജസ് വരെ വായിക്കാൻ പറ്റിയ ഒരു ബുക്ക് ഇട്ട് കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടും, അതായത് നമ്മുടെ ജീവിതം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുക. വെൽനെസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, കേട്ടോ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടില് പറയാനായിട്ടുള്ളത്. അതായത് ഇത്രയും നമ്മള്
കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്തത് ജസ്റ്റ് ഒന്ന് മൈൻഡ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യണേ. ഓക്കെ, ഇപ്പോ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കണ്ടന്റ്സ്, ഘടകങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഫിസിക്കൽ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ ആദ്യത്തേത് സ്ട്രെങ്ത് ആണ് അല്ലെ. എന്താണ് സ്ട്രെങ്ത്? ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നിഷാദ് ഒന്ന് പറയാമോ മോളെ, എന്താണ് സ്ട്രെങ്ത്? നമ്മുടെ ശരീരം ആരോഗ്യവാനായിരിക്കുക, അതുപോലെ തന്നെ നമുക്ക് ഈ സ്ട്രെങ്ത് ഉണ്ടാകുക എന്ന് നമ്മൾ പറയല്ലോ, നമ്മൾ ആരോഗ്യവാനായിരിക്കുക എന്നതാണ് എന്റെ കണ്ടന്റ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാല് ശക്തി എന്ന് പറയാൻ പറ്റുമോ അല്ലെ? ശക്തിയല്ലേ സ്ട്രെങ്ത്? അതെ അതെ മാം. എന്താണ് നൂറിഷ സ്ട്രെങ്ത് എന്താ? നമുക്കിപ്പം ഒരു നല്ല വെയിറ്റ് ഉള്ള ഒരു സംഭവം തന്നെ നമ്മളിപ്പോ പൊക്കി എടുക്കുമ്പോൾ നമുക്ക് നല്ല ബലം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ നമ്മൾ സ്ട്രെങ്ത്തിൽ അത് പൊക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അതെ, നമ്മൾ അതാണ് ബലമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ, സ്ട്രെങ്ത് മീൻസ് ശക്തി അല്ലെങ്കിൽ ബലം എന്നൊക്കെ പറയും അല്ലെ. അതായത് നമ്മുടെ മസിൽസിന് നല്ല സ്ട്രോങ് ആയിട്ട് അത് അപ്ലൈ ചെയ്യാനുള്ള കഴിവാണെന്ത് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും മസിൽസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ മസിൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശക്തിയോടെ ഒരു സ്ഥലത്തേക്ക് തള്ളുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പൊ ഭാരം ഉയർത്തുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് തള്ളുക, ഒരു സ്ഥലത്തേക്ക് വലിക്കുക എന്നൊക്കെ പറയുന്നത് എന്താ? നമ്മുടെ മസിൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോ ശക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിനെ ശരിയായ വിധത്തിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? എന്താണ് ഞാൻ പറഞ്ഞത്? നമ്മുടെ മസിൽസിനെ ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്യുക. ദാറ്റ് മീൻസ് എന്താണ്? എന്തെങ്കിലും ഒരു സാധനം, ഒരു വെയിറ്റ് ഉള്ള ഒരു സാധനം പൊക്കുവാണെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സ്ട്രെങ്ത് ഉപയോഗിക്കുന്നല്ലേ? നമ്മുടെ പരമാവധി സ്ട്രെങ്ത്, നമ്മുടെ ബോഡി പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ ആ സാധനം എടുത്ത് പൊക്കുക. ഒരു 10 കിലോ വരുന്ന ഒരു അരിയുടെ ഒരു ചാക്കാണെന്ന് വിചാരിക്കുക. നിങ്ങളോട് പറയുവാണ്
അതൊന്നുകൊണ്ട് അവിടെ നിന്ന് അതായത് വരാന്തയിൽ നിന്ന് കിച്ചണിലേക്ക് എടുത്തു വെക്കാനായിട്ട് പറയുവാണ്. അപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അതൊറ്റയ്ക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നേ, അദ്ദേഹത്തിന്റെ അതായത് നിങ്ങളുടെ പരമാവധി മസിൽസ് അല്ലെങ്കിൽ ബോഡി പാർട്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, അത് എടുക്കുന്നു. അപ്പൊ നമ്മുടെ മസിൽസ് ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ ജോലി ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സ്ട്രെങ്ത്. അപ്പൊ മസിൽസ് നമുക്ക് എന്താ പറയാ, എല്ലാവരും പറയാറുണ്ട് എപ്പോഴും നമ്മുടെ മസിൽ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആയിട്ട് അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് വെക്കണം എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് മസിൽ സ്ട്രോങ് ആയിട്ട് വെക്കണം എന്ന് പറയുന്നേ? എന്തുകൊണ്ടാണ്? നമുക്ക് ഒരു പ്രവൃത്തി ചെയ്യാനുള്ള മസിൽ സ്ട്രെങ്ത് വേണം അല്ലെ നമുക്ക്. എത്ര പ്രായം, അതായത് നമ്മുടെ പ്രായം കൂടുന്തോറും, അതായത് ഓരോരോ ഏജ് കൂടുന്തോറും മസിൽസ് ലോസ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ഒരു ആഫ്റ്റർ 30 അല്ലെങ്കിൽ 30 കഴിയുന്ന സമയത്തൊക്കെ പറയാറുണ്ട് മസിൽ ലോസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഡോക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, മസിൽസ് അതായത് മസിൽസ് സ്ട്രോങ് ആയിട്ടുള്ള ടാബ്ലറ്റ്സും മറ്റുമൊക്കെ തരാറുണ്ട് അല്ലെ. കാൽസ്യം ടാബ്ലറ്റ് തരാറില്ലേ ഡോക്ടേഴ്സ്? ഇതിനു വേണ്ടിയിട്ടാ, മസിലിന്റെ പവറിന് വേണ്ടിയിട്ടല്ലേ, എല്ലുകളുടെ ശക്തി അതുപോലെ മസിലിന്റെ പവറിന് വേണ്ടിയിട്ടൊക്കെയാണ് അല്ലെ. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി മസിൽ ലോസ് ആവുന്നതിന് തടയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വൈറ്റമിൻ ഡി സൊല്യൂഷൻ തരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളോട് കൂടുതലായിട്ട് പ്രോട്ടീൻ സോഴ്സസ് കഴിക്കാൻ പറയാറുണ്ട് അല്ലെ. വെയിറ്റ് ലോസ് ചെയ്യുന്നതിന് മാത്രമായിട്ടല്ല നമ്മൾ പ്രോട്ടീൻ സോഴ്സ് കഴിക്കുന്നത്. എന്തിനാണ് നമ്മൾ പ്രോട്ടീൻ സോഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ ഫുഡ് ഐറ്റംസില്? എന്തിനാ പ്രോട്ടീൻ സോഴ്സ് ഉൾപ്പെടുത്തുന്നത്? കിട്ടാൻ മാത്രമല്ല മസിൽ ലോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മസിൽ ലോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത്, അല്ലെങ്കിൽ ന്യൂട്രീഷ്യൻസും ഡയറ്റീഷ്യൻസ് ഒക്കെ പറയുന്നത് നിങ്ങളുടെ 3 നേരത്തെ ഫുഡില് പ്രോട്ടീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. എല്ലാവരും പ്രോട്ടീൻസ് ഉൾപ്പെടുത്താറുണ്ടോ? ഉണ്ട്. പ്രോട്ടീൻ ഉൾപ്പെടുത്തണുണ്ടോ? പ്രോട്ടീൻ സോഴ്സസ് ഏതൊക്കെയാ? ധാന്യങ്ങൾ അല്ലേ? അതായത് കടല, പയറ്, പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ എന്തുണ്ട്? പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ അതുപോലെ എഗ്, മുട്ട പ്രോട്ടീൻ അല്ലേ? ചിക്കൻ, ഫിഷ് പ്രോട്ടീൻ അല്ലേ? ഫിഷും അതിനകത്ത് ഉൾപ്പെടുന്നതാണ് അല്ലെ. പിന്നെ പനീർ, ഇപ്പൊ വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ പനീർ പ്രോട്ടീനാണ്. അപ്പൊ നമ്മുടെ ഒരു നേരത്തെ ഫുഡില് അതിപ്പോ നമ്മൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാ, ഒരു മുട്ട തിന്നു കഴിഞ്ഞാല് അതൊരു കംപ്ലീറ്റ് മീലായി. നമ്മൾ രാവിലെ പുട്ടെടുക്കുന്നു, അതിന്റെ കൂടെ കടല എടുക്കുന്നു, ഒരു ബോയിൽഡ് എഗ് കൂടി എടുക്കുന്നു. അതൊരു ബാലൻസ്ഡ് മീൽ അല്ലേ? ആണോ? ആണ്. അതൊരു ഹെൽത്തി ഫുഡും ആണ്, ഒരു കംപ്ലീറ്റ് മീലാണ്, ബാലൻസ്ഡ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ 3 നേരത്തെ ഫുഡില് കുറച്ച് പ്രോട്ടീൻ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത് അല്ലെ. പ്രോബയോട്ടിക് എന്തൊക്കെയാണ്? നമ്മൾ ഉപയോഗിക്കുന്ന തൈര്, മോര്, യോഗേർട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഗട്ട് ഹെൽത്തിന് നല്ലതാണ്. നമ്മുടെ ഗട്ട് ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നമ്മുടെ 95% നമ്മുടെ ഹെൽത്ത് ഓക്കെ ആണെന്നാണ് പറയുന്നത്. നമ്മുടെ വയറിൽ നിന്നാണ് മറ്റു രോഗങ്ങളുടെ സോഴ്സ്, അതായത് ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നമ്മുടെ ആരോഗ്യം ഓക്കെയാണ്. നമുക്ക് ഒരുവിധം അസുഖങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത്. അപ്പൊ നമ്മള് ഒരു നേരത്തെ ഫുഡില് നമ്മള് ഇപ്പൊ തൈര് പോലുള്ള ഇത്, അതുപോലെ മോര്, ഇപ്പൊ സംഭാരമായിട്ടൊക്കെ നമ്മൾ കുടിക്കുമല്ലോ, പിന്നെ യോഗട്ട് പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. ഡൈജഷന് സഹായിക്കും. അതായത് നമ്മുടെ ഹെൽത്ത് എന്ന് പറയും, ഡൈജഷൻ ഉണ്ടെങ്കിലാണ് നമ്മുടെ ഹെൽത്ത് ഓക്കെ ആകുന്നത്. അതിന് സഹായിക്കുന്നതാണ് എന്ത്, ഈ പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും ഒരു നേരത്തെ, അതായത് നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുമ്പോഴും 3 നേരത്തെ കുറച്ചെങ്കിലും പ്രോട്ടീൻ ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക. അതിനൊക്കെ എഗ് എടുക്കാം, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ എടുക്കാം, ഫിഷ് എടുക്കാം, ചിക്കൻ എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം.
ഓക്കെ, അത് ആഡ് ചെയ്യുക. അതുപോലെ ഒരു നേരത്തെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ട് പ്രോബയോട്ടിക് ഉൾപ്പെടുത്തുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് തന്നെ ആ മാറ്റം ഫീൽ ചെയ്യും, നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് കാര്യം ഇതാണ്, പ്രോട്ടീൻ, അതായത് മസിൽസിന്റെ സ്ട്രെങ്തിന് പ്രോട്ടീൻ വളരെയധികം ആവശ്യമാണ്. നമ്മുടെ ഏജ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മസിൽ ലോസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തത് നോക്കിയാൽ നിങ്ങൾ എൻഡ്യൂറൻസ്. ഞാനിപ്പോ പറഞ്ഞ പോലെ ഞാനിപ്പോ പറഞ്ഞല്ലോ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക എന്ന് പറയില്ല. അതിന് അർത്ഥം എല്ലാ 3 നേരവും എഗ്ഗ് കഴിക്കണം എന്നല്ല കേട്ടോ. ഒരു ദിവസം ഒരു നേരമെങ്കിലും എഗ്ഗ് കഴിക്കുക, ആഡ് ചെയ്യുക കേട്ടോ. ഇപ്പൊ നമുക്കറിയാം ഈ ജിമ്മിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവര് 5ഉം 6ഉം മുട്ട കഴിക്കുന്നവരുണ്ട്. അവരെ പോലെ ചെയ്യരുത്, കാരണം അവര് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്ക് അതിന് ഉള്ള പ്രോട്ടീൻ സോഴ്സ് വേണം. പക്ഷെ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അത്രയും വേണ്ട. ഒരു മുട്ടയെങ്കിലും ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. വിത്ത് യോക്ക്, അതായത് അതിന്റെ മഞ്ഞ ഉണ്ടല്ലോ, മഞ്ഞ മാറ്റി വെക്കരുത്. ഒരു ഫുൾ എഗ്ഗ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. കൊളസ്ട്രോൾ ഒന്നും കൂടുകയൊന്നുമില്ല ഒരു മുട്ടയുടെ യോക്ക് കഴിച്ചെന്ന് വിചാരിച്ച്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെയാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, എൻഡ്യൂറൻസ്. നൂറിഷ് ഒന്ന് വായിക്കാമോ മോളെ, എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നിട്ട്. Endurance, a health-related component of physical fitness that related to the muscles' ability to continue to perform without weakness. Flexibility, a health-related content of physical strength that related to the range of motion available at a job. എന്താ മനസ്സിലായത്? ഫ്ലെക്സിബിലിറ്റി കൂടി ആണ് ഇപ്പൊ വായിച്ചത് നൂറിഷ. വീക്ക്നെസ് വരെ ഉള്ളൂ എൻഡ്യൂറൻസ് കേട്ടോ. ഓക്കെ, മനസ്സിലായതൊന്ന് പറയാമോ? അതെനിക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല ടീച്ചർ. മനസ്സിലായിട്ടില്ല. വേറെ ആർക്കെങ്കിലും ക്ലിയർ ആയോ ഇത്? അതായത് ഒരു സ്റ്റാമിന ഉണ്ടായിരിക്കണം. സഹനം, സഹിഷ്ണുത, ക്ഷമ. എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹനശേഷി എന്നാണ് മീനിങ് വരിക അല്ലെ? അതായത് നമ്മുടെ ബോഡിക്ക് ലോങ് ടൈമില് കുറെ അധികം കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ആവശ്യമാണ്? എൻഡ്യൂറൻസ് അഥവാ സഹനശേഷി ആവശ്യമാണ് അല്ലെ? അതായത് നമ്മുടെ പേശികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മസിൽസിന് ദീർഘനേരം ക്ഷീണമില്ലാതെ പ്രവർത്തിക്കാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്യാറുണ്ടോ? അപ്പൊ കുറെ അധികം മണിക്കൂറുകൾ എടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാറുണ്ടോ? അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങള് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ടൊക്കെ ധാരാളം പുല്ലുകൾ മുളയ്ക്കും അല്ലെ? ഇല്ലേ? കുറേയധികം പുല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ കുറേയധികം ഇലകളോ കാര്യങ്ങളോ ഒക്കെ വീണ് കിടക്കുന്നുണ്ടാവും. അപ്പൊ അത്യാവശ്യം ഒരു 5-6 സെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, വീടും പുരയുടെയും കൂടി. അപ്പൊ അത് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? അത് ഒറ്റയടിക്ക് തീർക്കോ അല്ലെങ്കിൽ കുറച്ചു നേരം ബ്രേക്ക് എടുത്തിട്ട് തീർക്കോ? എങ്ങനെയാ ചെയ്യാ? കുറച്ചു നേരം ബ്രേക്ക് ഒറ്റയടിക്ക് തീർക്കില്ല. ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യും, പിന്നെ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യും അല്ലെ? ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യും. 2 മണിക്കൂറൊക്കെ എടുക്കൂലെ എന്തായാലും ചെയ്ത് തീർക്കാനായിട്ട്? 1-2 മണിക്കൂറൊക്കെ. ചില ആളുകള് എന്ത് ചെയ്യും? ചില ആളുകൾ ഒറ്റയടിക്ക് ഇത് തീർക്കും. അവർക്ക് അത്രയും അധികം എൻഡ്യൂറൻസ് ഉണ്ട്, സഹനശേഷി ഉണ്ടെന്ന് വിചാരിക്കും. ചില ആളുകളാണെങ്കിൽ ബ്രേക്ക് എടുത്തിട്ട് ചിലപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് വേറെ ജോലികളൊക്കെ ചെയ്തിട്ടായിരിക്കും പിന്നെ അത് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെ? അപ്പോ ഇവരുടെ 2 പേരുടെയും എൻഡ്യൂറൻസ് എന്ന് പറയുന്നത് വ്യത്യാസമല്ലേ? ആണോ? ഒരാൾക്ക് കുറച്ച് കൂടുതലുണ്ട്, ഒരാൾക്ക് കുറച്ച് കുറവാണ് അല്ലെ? അപ്പോ നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ 1-2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ എടുത്തിട്ട് ഒരു ജോലി നമ്മൾ ചെയ്തു തീർക്കാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അത്തരത്തില് നമ്മുടെ ബോഡിക്ക് എന്തുണ്ട്? ഒരു കഴിവുണ്ട്. ആ കഴിവിനെയാണ് എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
ഓക്കെ, ഫോർ എക്സാമ്പിൾ, സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുവാണെങ്കിൽ ജോഗിങ്, ഓട്ടം. ഓട്ടം എന്ന് പറയുന്നത് നമ്മൾ നിർത്തില്ല അല്ലെ, ചെയ്തുകൊണ്ടേ ഇരിക്കില്ലേ? രാവിലെയൊക്കെ ജോഗിങ്ങിന് പോകുന്ന ആളുകൾ ഉണ്ടാവും, നമുക്ക് കാണാറുണ്ട് അല്ലെ? രാവിലെയൊക്കെ ചേട്ടന്മാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ജോഗിങ്ങിന് പോവാറുണ്ട്. 6 മണിക്ക് 5 മണിക്കൊക്കെ എണീറ്റ് അവരെന്ത് ചെയ്യുവാണ്? അതായത് അവർക്ക് ഇത്ര ഒരു ഇതുണ്ടാവും, ഒരു എയിം ഉണ്ടാവും, ഇത്ര കിലോമീറ്റർ ഫിനിഷ് ചെയ്യും എന്നുള്ളത്. അപ്പൊ അത്രയും കിലോമീറ്റർ എന്ത് ചെയ്യും? അവര് നിർത്താതെ ഓടുന്നത് കാണാനായിട്ട് സാധിക്കും അല്ലെ? അത് അവര് കംപ്ലീറ്റ് ചെയ്താൽ അത് അവരുടെ എൻഡ്യൂറൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ സൈക്ലിംഗ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ? ഇതുപോലെ തന്നെയാണ് ലോങ് ടേമിൽ, അതായത് കുറെ നേരം എടുത്തിട്ട് എന്ത് ചെയ്യും? സൈക്കിൾ ചവിട്ടി അത് ഫിനിഷ് ചെയ്യും. പിന്നെ അതുപോലെ സ്വിമ്മിങ്, നീന്തുന്ന ആളുകളുണ്ട്. അവരെന്ത് ചെയ്യുവാണ്? ശരിക്കും പറഞ്ഞാൽ കായിക താരങ്ങളുടെ ഇതാണ്, നമ്മള് സ്പോർട്സിലുള്ള ആളുകളല്ലേ, അവരുടെയൊക്കെ ഇത് നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ശരിയല്ലേ? ഇപ്പൊ നീന്തുന്ന ആളുകൾ, അത്ലറ്റ്സ് ഉണ്ടല്ലോ, സ്വിമ്മിങ് അത്ലറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കുറെ നേരം എടുത്ത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതായത് അത് ഫിനിഷ് ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ എന്താ പറയുന്നത്? എൻഡ്യൂറൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കുറെ അധികം സമയം ഒരു ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കഴിവിനെ നമുക്ക് എൻഡ്യൂറൻസ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ എന്താണ് കുറെ നേരം എടുത്ത് ചെയ്യുന്ന ഒരു ജോലി എന്താണ്? ഒന്ന് പറയാമോ? ഡെയിലി ലൈഫില്, അതായത് കുറച്ച് വേർപ്പും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ, അല്ലാതെ അല്ല, വെറുതെ ഇരിക്കുന്നതല്ല. ക്ലീനിങ് ആയിരിക്കും. കുക്കിംഗ്, ക്ലീനിങ്. ക്ലീനിങ് വാഷിംഗ്. സ്വെറ്റ് ചെയ്യാറുണ്ടോ? വേർക്കാറുണ്ടോ? അത് നോക്കണേ. സ്വെറ്റ് ചെയ്യാറുണ്ടോ? ഉണ്ട്. ഓക്കെ, ക്ലീനിങ്, നമ്മള് എന്താ പറയാ, നമ്മുടെ വീടൊക്കെ നല്ല രീതിയിൽ തുടച്ചു വൃത്തിയാക്കുവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അല്ലെ, നമ്മുടെ കുറെ കലോറി അവിടെ ബേൺ ചെയ്യില്ലേ? വലിയൊരു വീടാണെങ്കിൽ ആ വീട് അടിച്ച് തുടച്ച് വൃത്തിയാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊരു വർക്കൗട്ട് ചെയ്യുന്നതിന് സമമായിട്ടാണ് അത് വരുന്നത് അല്ലെ? കാരണം നമ്മുടെ കൈയും കാലും ഒക്കെ നല്ല രീതിയിൽ ആടുന്നുണ്ട്, നമ്മൾ നല്ലോണം വേർത്ത് പോകുന്നുണ്ട് അല്ലെ? ഓക്കെ, അതൊരു എൻഡ്യൂറൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴാണ് വാഷിംഗ് മെഷീൻ വന്നിട്ടുള്ളത്. മുമ്പ് എന്താ ചെയ്യായിരുന്നു? നമ്മുടെ അമ്മമാരൊക്കെ എന്തായിരുന്നു ചെയ്തിരുന്നത്? തുണി എന്താണ് ചെയ്തിരുന്നത്? നല്ലൊരു ആക്ടിവിറ്റി അല്ലേ? ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലേ? അതെ, അവിടെയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കൈ അനങ്ങുന്നുണ്ട്, കാലനങ്ങുന്നുണ്ട്, നമ്മുടെ ശരീരം മൊത്തം ആടുന്നുണ്ട് അവിടെ അല്ലെ? നമ്മൾ കുനിയുന്നുണ്ട്, നിവരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വർക്കൗട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? വർക്കൗട്ടിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഈ നമ്മള് അലക്കുമ്പോഴും അല്ലെങ്കിൽ എന്താ പറയാ, നമ്മള് പെര തുടക്കുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇപ്പോഴാണ് മിക്സി അല്ലെ? നമ്മൾ ഏറ്റവും കൂടുതൽ മിക്സിയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. പണ്ട് എങ്ങനെയായിരുന്നു? നമ്മള് അപ്പോഴും നിങ്ങളൊന്ന് നോക്കി, ശരീരം നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വർക്കൗട്ട് ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു കമന്റ് മെസ്സേജ് വന്നായിരുന്നു, മുറ്റം അടിക്കുന്നത് കുനിഞ്ഞ് നല്ല രീതിയിൽ, അതായത് വെറുതെ തൂത്തുവരെയല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. പണ്ടത്തെ അമ്മമാരൊക്കെ നമുക്കറിയാം, ചിലവര് മുറ്റം അടിക്കുന്ന കാണാൻ നല്ല ഭംഗിയാ, ചില ആളുകൾ ആർട്ടിഫിഷ്യൽ നല്ല ഭംഗിയായിരിക്കും മുറ്റം, ഒരു ചവറ് പോലും ഉണ്ടാവില്ല, നല്ല സൈസ്, അതായത് റാ പോലെ ഇരിക്കും മുറ്റം അടിച്ച് നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ടാവും അല്ലെ? അതായത് നല്ല രീതിയിൽ കൈവീശിയാണ് അടിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് അവരും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ് പണ്ടൊക്കെ ചെയ്തിരുന്നതാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് എക്സസൈസിന്റെ മറ്റോ ആവശ്യമുണ്ടോ? നെല്ല് കുത്തുന്നതൊക്കെ. അത് തന്നെ. മുമ്പത്തെ കാലത്ത് എക്സസൈസോ വർക്കൗട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത്തരത്തിലുള്ള ജോലികൾ, കാരണം മുമ്പെന്ന് പറഞ്ഞാല് ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ ഫാമിലി അല്ല, ധാരാളം ആളുകൾ ഉണ്ടാവും വീടുകളിൽ അല്ലെ? ജോയിന്റ് ഫാമിലിയാണ്. അപ്പൊ കുറെ അധികം ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ അലക്കുവാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ അലക്കുമ്പോ തന്നെ തുണി വാഷ് ചെയ്യുമ്പോൾ തന്നെ കുറെ അധികം ആളുകളുടെ വാഷ് ചെയ്യാനുണ്ടാവും. അപ്പൊ തന്നെ കുറെ അധികം സമയം അവിടെ പോവാണ്. അപ്പൊ ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് ജോലി കൊടുക്കുവാണ് ജോയിന്റ് ഫാമിലിയിൽ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുക്കുമ്പോൾ അവരവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ എക്സസൈസിന്റെയോ വർക്കൗട്ടിന്റെയോ ഒന്നും ആവശ്യം അവിടെ വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാല് ഇപ്പോഴത്തെ പോലുള്ള കുഴിമന്തിയോ ബിരിയാണിയോ ഷവർമയോ ഒന്നും അന്നില്ല. ഉണ്ടോ? നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? ഇല്ല.
നമ്മൾ കൂടുതൽ കഴിച്ചിരുന്നത് വല്ലപ്പോഴും ഒരിക്കൽ പുറത്ത് പോകുമ്പോൾ ചിലപ്പോ ഹോട്ടലിൽ നിന്ന് നമ്മൾ കഴിക്കും അല്ലെ, അല്ലാതെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ തന്നെയാണ് കഴിച്ചിരുന്നത്. എന്താണോ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള അത് മാത്രമാണ് കഴിച്ചിരുന്നത്. എണ്ണക്കടിയും സാധനങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ തിന്നുന്നപ്പോ ഉഴുന്നുവട, പരിപ്പുവട ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വീടുകളിൽ അമ്മമാരുണ്ടാക്കുന്ന അവല് നനച്ചത്, അതുപോലെ തന്നെ കൊഴുക്കട്ട, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കഴിച്ചിരുന്നത്. അതൊക്കെ നമ്മുടെ ഹെൽത്തിന്. അപ്പൊ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഹെൽത്തും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യവും മാറും. ഓക്കെ, അപ്പൊ എൻഡ്യൂറൻസ് ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി ഒന്ന് ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? സംന ശ്രീജു. സംന ആളുണ്ടോ? Flexibility, a health-related content of physical strength that related to the range of motion available at a job. എനിക്ക് മനസ്സിലായി. നമുക്ക് ഒരു ജോലി ചെയ്യാൻ നമ്മളെ ശരീരം എപ്പോ വഴങ്ങണം. അത് തന്നെ, വഴക്കമാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ശരീരത്തിന് ഒരു അയവുണ്ടാകുക എന്നുള്ളതാണ്. എല്ലാവരുടെയും ബോഡിക്ക് അയവുണ്ടോ? ഉണ്ട്. എല്ലാവരുടെയും ബോഡി അതായത് നമ്മൾക്ക് കുനിയാൻ പറ്റുന്നുണ്ടോ, നിവരാൻ പറ്റുന്നുണ്ടോ, നമുക്ക് നല്ല രീതിയിൽ ചലിക്കാം. അതായത് നമ്മുടെ കൈയും കാലൊക്കെ നല്ല രീതിയിൽ അനങ്ങിയാൽ മാത്രമാണ് നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ സമയം വെറുതെ ഇങ്ങനെ നമ്മുടെ ബോഡിക്ക് ഒരുവിധ ജോലിയും കൊടുക്കാതെ നമ്മൾ വെറുതെ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. ഓക്കെ, നമ്മുടെ കൈയും കാലൊക്കെ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ മൂവ് ചെയ്താൽ മാത്രമാണ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാവാനും പാടില്ല. ചില ആളുകളുണ്ട് കുറച്ച് സമയം നടന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പിന്നെ മറ്റു ചില ആളുകളുണ്ട് എന്തെങ്കിലും, അതായത് ചിലപ്പോ എന്തെങ്കിലും ഒരു സാധനം ചിലപ്പോ മോളിൽ നിന്ന് എടുക്കുന്നുണ്ടാകാം. വീട്ടിൽ തന്നെ ബർത്ത് ഉണ്ടാവുമല്ലോ, അതിന്റെ മോളിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു സാധനം എടുക്കുകയായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ അപ്പൊ തന്നെ അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഉണ്ടോ? കണ്ടിട്ടുണ്ട്. നിങ്ങളുണ്ട് അതിനകത്ത്? ഇതിനകത്ത് അവരുടെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി എന്താണ്? നമ്മളിൽ തന്നെ ഉണ്ടാവും കുറെ പേര്. നമ്മളിൽ തന്നെ ഉണ്ടാവും, ശരിയാണ്. എന്തെങ്കിലും ഒരു ജോലി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ചെറിയ എന്തെങ്കിലും ജോലി ചെയ്ത് അപ്പൊ തന്നെ വയ്യ, അണച്ചു പോയി അവിടെ ഇരുന്നു. ഇതൊക്കെ ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരഭാഗങ്ങള് വേദനയില്ലാതെ പല ദിശകളിലായിട്ട് ചലിപ്പിക്കാനുള്ള കഴിവാണ്. ഓക്കെ, അതായത് നമ്മുടെ കൈയും കാലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ പെയിൻ ഇല്ലാതെ തന്നെ, വേദന ഇല്ലാതെ തന്നെ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, പിന്നെ അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേണമെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് നിൽക്കുക, എന്നിട്ട് കുമ്പിട്, അതായത് നമ്മുടെ കുമ്പിട്ടിട്ട് നമ്മുടെ കൈ ഉണ്ടല്ലോ, കൈപ്പത്തി, നമ്മുടെ കാൽപാദം ഉണ്ടല്ലോ, രണ്ടും അതും ഒന്ന് മുട്ടിച്ചു നോക്കുക നിങ്ങള്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചു നേരം അങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലെക്സിബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയേ. ചെയ്തു നോക്കാൻ പറ്റുന്നുണ്ടോ നോക്കി ആർക്കെങ്കിലും? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കാറുണ്ട്, പക്ഷെ ഇപ്പോഴും ഇടയ്ക്ക് നോക്കാറുണ്ട്. ഇടയ്ക്ക് നോക്കാറുണ്ടല്ലേ? പറ്റുന്നുണ്ടല്ലേ? കുറച്ചു നേരം അങ്ങനെ നിൽക്കാം. അപ്പൊ നമുക്ക് തോന്നി ചിലവർക്ക്, അതായത് അബ്ഡോമൻ ഭാഗം, വയറിന്റെ ഒക്കെ ഭാഗം ചിലർക്ക് വീർത്തിരിക്കുന്നവരുണ്ട്. കുറച്ച് വയറുള്ള ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ശരിക്കും പറ്റില്ല. ശ്വാസം മുട്ടുന്നത് പോലെയൊക്കെ, കിതയ്ക്കുന്നത് പോലെയൊക്കെ തോന്നും കുറച്ചു നേരം അങ്ങനെ ചെയ്തിരുന്നാല്. അപ്പോ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ശരീരം ഫ്ലെക്സിബിൾ, അതായത് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകണം നമ്മുടെ ശരീരത്തിൽ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ പഴയ ആളുകള് ചിലപ്പോ പറയും പിത്തം വന്നതുപോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ടോ? ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇവര് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഇതാണ് യോഗ ചെയ്യുക എന്നുള്ളത്. ഫ്ലെക്സിബിലിറ്റിക്ക് ഏറ്റവും നല്ലതാണ് യോഗ. പലതരത്തിലുള്ള യോഗാസനങ്ങൾ ഉണ്ട് യോഗയില്. ഇതൊക്കെ ചെയ്യുന്നതിൽ, അതായത് നമ്മള് പലതരത്തിലുള്ള യോഗാസനങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പൊ അതിലൂടെ
നമ്മളുടെ ശരീരം, അതായത് ആ യോഗ ഇത് അതായത് കുറേയധികം യോഗ പോസ്റ്റേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്ന രീതിയിലുള്ള പോസ്റ്റേഴ്സ് ആണ് യോഗയിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഫ്ലെക്സിബിലിറ്റി ഓക്കെ അല്ലേ? ഒരു സെക്കൻഡ്, ഇപ്പൊ വരാം. ഓക്കെ, then അടുത്തത് സ്പീഡാണ്. സ്പീഡ് ഒന്ന് നോക്കാമോ നമുക്ക്? ആരാ വായിക്കുക സ്പീഡ്? ഞാൻ വായിക്കാം. ആ, ഓക്കെ. Speed, a speed-related component of physical strength that relates to the capacity to perform a movement with a short period of time. സ്പീഡ് അഥവാ വേഗത എന്ന് പറയുന്നത് നമ്മുടെ കഴിവ്, സ്കില്ലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. ഇത് നമ്മുടെ ഒരു പ്രത്യേക മൂവ്മെന്റിനും അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ ഒരു നിശ്ചിത പീരീഡിലെ നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തിയെ അങ്ങനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കമ്പോണന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞോളാം. ഓക്കെ. അതായത് നമ്മള് സ്പീഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ സമയത്തിനുള്ളില് നമ്മുടെ ഒരു മൂവ്മെന്റ് കംപ്ലീറ്റ് ആക്കാനുള്ള കഴിവാണെന്ത് സ്പീഡ് എന്ന് പറയുന്നത്. ഒരു ഷോർട്ട് പീരീഡിൽ, ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമുക്കൊരു ചലനം കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് സ്പീഡ്. ഓക്കെ, നമുക്ക് പറ്റാറുണ്ടോ അങ്ങനെ? വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ സ്പീഡിൽ നടക്കാൻ കഴിയുന്നവരുണ്ട് ഇതിനകത്ത്? സ്പീഡിൽ നടക്കാൻ പറ്റുമോ? നടക്കുന്ന ആളുകളാണോ? പറ്റുമോ? പറ്റുമോ? പറ്റാറുണ്ട്? ഇല്ല, ചിലർക്ക് പറ്റുന്നില്ല. നടക്കാൻ പോകാറുണ്ടോ? ആരൊക്കെയാണ് വാക്കിങ്ങിന് പോകുന്നത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് സമയത്ത്? ആരെങ്കിലും വാക്കിങ്ങിന് പോകാറ്? മോർണിംഗ് മോന് സ്കൂളിലാക്കാനായിട്ട് ഒരു ഹാഫ് ആൻ അവർ 3/4 മണിക്കൂറൊക്കെ പോകും. 3/4 മണിക്കൂർ നടന്നിട്ടാണ് പോകുന്നത് അല്ലേ? ടു സൈഡ് കൂടെ ഒരു 40 മിനിറ്റ്സ് വരും. ഓക്കെ ഓക്കെ. ഇനി നടക്കുമ്പോ കിതയ്ക്കുന്ന ആളുകളുണ്ടോ? ഇല്ല. ഇല്ല മാം. ചിലവരുണ്ട്. ചില ആളുകൾ നടക്കുമ്പോ കിതയ്ക്കുന്ന ആളുകളുണ്ട്. ഓക്കെ ഓക്കെ. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ? അതായത് നമ്മള് സ്ഥിരമായിട്ട്, അതായത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും 2 വീലർ ഉണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അതിനകത്ത് 2 വീലർ ഉണ്ടോ? കുറച്ചു പേർക്കുണ്ട്, കുറച്ചു പേർക്കില്ല. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് പുറത്തേക്കൊക്കെ പോകുന്നത് അപ്പോ? അതായത് വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണോ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ വരുന്നേ? ഒരുപാട് നടക്കണം ബസ് സ്റ്റോപ്പിലേക്ക് അല്ലേ? അപ്പൊ നമ്മുടെ ലൈഫിൽ, അതായത് നമ്മൾ കുറച്ചു നേരം, നമുക്കിപ്പോ 2 വീലർ ഉണ്ടെങ്കിൽ കൂടിയും നമ്മുടെ ഒരു സ്റ്റോപ്പിൽ നമുക്ക് പോകണം, വീടിന്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ നടന്നു പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അതായത് തീരെ നടക്കാൻ അതായത് തീരെ നടക്കാത്ത ആളുകളാണ് ഈ നടക്കുമ്പോ കിതയ്ക്കുന്നത്.
ഒട്ടും പറ്റില്ല. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഒക്കെ എപ്പോഴും 2 വീലർ ഉപയോഗിക്കുന്ന ആളാ, നടക്കേയില്ല. അപ്പോ കുറച്ച് നടന്നു കഴിയുമ്പോ ഭയങ്കര കിതപ്പ, നടക്കാൻ പറ്റില്ല, നമ്മുടെ കൂടെ ഓടി എത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ ഞാനും ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത് നടന്നിട്ടാ, തിരിച്ചു പോകുന്നത് നടന്നിട്ടാ. കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അരമണിക്കൂറാണ് എന്താ പറയാ നടന്ന് ഞാൻ എത്തുക. അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും. തിരിച്ച് 3:30 ആവുമ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ആ 3:30ക്ക് ക്ലാസ് കഴിഞ്ഞാല് പിന്നെ 4 മണിയാകുമ്പോൾ വീട്ടിലെത്തും. രാവിലെ 10 മണിക്ക് ഇറങ്ങും, കൃത്യം 10 മണിക്ക് സമയം എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങും. 10:25 കഴിയുമ്പോൾ ഇവിടെ എത്തും. പിന്നെ 10:30ക്ക് ഞാൻ ക്ലാസ്സിൽ കയറും. പിന്നെ വൈകിട്ട് 3:30ക്ക് ക്ലാസ് കഴിയും, അല്ലെങ്കിൽ 2:30ക്ക് ക്ലാസ് കഴിയും. അരമണിക്കൂർ കൊണ്ട് വീട്ടിലെത്തും. ഇതാണ് ഇപ്പൊ 2-3 കൊല്ലമായിട്ട് ഫോളോ ചെയ്തു വരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ. അപ്പൊ എനിക്ക് ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു, അതായത് ഓവർ വെയിറ്റ് ആയിട്ടുണ്ടായിരുന്നു. വേറെ ഇതൊന്നും അല്ല, അതായത് എനിക്ക് കഴുത്തിനൊരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബാക്ക് സൈഡിൽ, അതായത് കഴുത്തുവേദന വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞരമ്പിന് കുറച്ച് പ്രശ്നം ഉണ്ടായി, ഡിസ്ക് കുറച്ച് ബൾജൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറിനെ കാണിച്ചപ്പോൾ, ആദ്യത്തെ 2-3 ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ അവര് പറഞ്ഞു കുറച്ച് പ്രശ്നമാണ്, ക്ലാസ് ഒന്നും എടുക്കാനായിട്ട് ഇനി സാധിച്ചെന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അതിനുശേഷം വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് അധികം പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല, മസിൽ ലൂസ് ഉണ്ട് എന്ന് പറഞ്ഞു എന്നോട്. നല്ല രീതിയിൽ മസിൽ ലൂസ് ഉണ്ട്, ബോഡിയിൽ നീർക്കെട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആദ്യം ഒന്ന് കുറച്ചു വരും, പിന്നെ അതിന്റെ കൂടെ തന്നെ മരുന്നുകളും തന്നു. ഓക്കെ, തന്നല്ലേ? ഉണ്ട്, സമ്മയ്ക്ക് ഉണ്ട് അല്ലേ? ഓക്കെ. അങ്ങനെ കാൽസ്യം ടാബ്ലറ്റും അതുപോലെ തന്നെ വൈറ്റമിൻ D3, അതായത് വൈറ്റമിൻ D3യുടെ ഡെഫിഷ്യൻസി ഒരു 2 ഡോക്ടറെ കാണുന്നതിന് 2-3 മാസം മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു ഒരു 4 എന്താ പറയാ ആഴ്ചയിൽ ഒരെണ്ണം വെച്ച് കഴിക്കുന്ന 4 ടാബ്ലറ്റ് ആണ് കഴിച്ചിരുന്നത്. അതിനുശേഷം ഈ ഡോക്ടറെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒരു മാസം അത് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിനുശേഷം അത് നിർത്തി എന്ന് പറഞ്ഞു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു അത് പോരാ, ഞാൻ ഒരു 3 മാസത്തേക്ക് ഇത് എഴുതി തരാം, കൃത്യമായിട്ട് കഴിക്കണം. ഇത് വേറെ ഒരു എന്താ പറയാ സിറപ്പ് രൂപത്തിലുള്ള ഒരു സംഭവമാണ് ഈ വൈറ്റമിൻ ഡിയുടെ ഈ ഡോക്ടർ തന്നത്. അങ്ങനെ അത് കഴിച്ചു. പിന്നെ കാൽസ്യം ടാബ്ലറ്റ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഞരമ്പിന്റെ ഗുളിക ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കഴുത്തിന്റെ ഞരമ്പിന്റെ പ്രശ്നമുണ്ട്, അപ്പൊ അതൊക്കെ കഴിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഇനി വരുമ്പോൾ 1 കിലോയെങ്കിലും വെയിറ്റ് കുറച്ചിട്ട് വേണം വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അതായത് നമ്മൾ തന്നെ ചിന്തിക്കാനായിട്ട് തുടങ്ങും, അതായത് നമുക്ക് എത്രയും വെയിറ്റ് നമ്മൾക്ക് എത്രയും കുറവാണോ അത്രയും നമുക്ക് നല്ലതാണ്. പക്ഷെ വെയിറ്റ് ഉള്ള ആളുകള് ഹെൽത്തി അല്ലെന്നല്ല കേട്ടോ ഞാൻ പറയുന്നേ. ചില ആളുകളെ സംബന്ധിച്ച് വെയിറ്റ് കൂടുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അവര് മെന്റലി ഡിപ്രസ്ഡ് ആകും, അതുപോലെ തന്നെ മറ്റു പല രോഗങ്ങള്, അല്ലെങ്കിൽ ഈ വെയിറ്റ് ഗെയിനോടനുബന്ധിച്ചിട്ടുള്ള രോഗങ്ങള്, അല്ലെങ്കിൽ മസിൽ ലോസ് ആകുന്ന പ്രശ്നങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോധർ ചെയ്യുന്നത് അല്ലെ? അപ്പൊ നമുക്ക് തോന്നുമോ എപ്പോഴും ഈ അസുഖം, രോഗങ്ങള്, ഗുളിക അല്ലെ, ഇതൊക്കെ മാത്രം കൊണ്ട് നമ്മൾ ജീവിച്ചാൽ മതി? അങ്ങനെ പറ്റില്ലല്ലോ. നമുക്ക് കുറച്ചും കൂടി, അതായത് ഞാൻ ഇപ്പൊ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈലിൽ നിന്ന് കുറച്ചും കൂടി മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം എന്നൊരു തോന്നൽ ഉണ്ടാവും. ആ തോന്നലിൽ നിന്നാണ് നമ്മുടെ ഹെൽത്തി വെൽബീയിങ് ആരംഭിക്കുന്നത്. അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് കംപ്ലീറ്റ് സക്സസ് ആവാനായിട്ട് സാധിക്കുള്ളൂ. ചില ആളുകള് അതായത് ഇങ്ങനെയുള്ള വെയിറ്റ് ഗെയിൻ ഒക്കെ ഉണ്ടാവുമ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ദിവസം ചിലപ്പോ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും, പിന്നെ അത് നിർത്തുന്നത് കാണാം. ഇല്ലേ? കാണാറുണ്ടോ നിങ്ങള്? ഉണ്ട്. അപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് തന്നെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വേണം, എങ്ങനെയെങ്കിലും ഇത് കുറയ്ക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് മാറണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് തന്നെ വേണം. ഓക്കെ, അപ്പൊ എന്നാൽ മാത്രമാണ് നമ്മൾക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ഞാൻ ഡെയിലി 1 മണിക്കൂർ നടക്കുന്നുണ്ട്. ഇപ്പൊ അതിരാവിലെ ഒന്നും അല്ല കേട്ടോ, പിന്നെ ഒരു സന്ധ്യ സമയത്തും അല്ല, എന്നാലും ഞാൻ 1 മണിക്കൂർ നടക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് എന്റെ ഇത് ഇങ്ങനെ വെയിറ്റ് ഗെയിൻ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ഇങ്ങനെ എപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ എന്റെ ഇതില് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, അതായത് കുറച്ച് എന്താ പറയാ മാറ്റങ്ങൾ. അതായത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻ കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ നേരത്തെ ഞാൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ.
പിന്നെ ഈ പ്രോബയോട്ടിക്, ഇപ്പൊ തൈര്, മോര്, യോഗട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് തുടങ്ങി. പിന്നെ ഉറക്കം, അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല രീതിയിൽ, അതായത് ഒരു 7-8 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് തുടങ്ങി. ഇതൊക്കെ ചെയ്ത് പിന്നെ എപ്പോഴൊന്നും എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ, കാരണം ഞാൻ നടക്കുന്നുണ്ടല്ലോ. പിന്നെ കൂടുതൽ നടക്കുക, ഇവിടെ പോകുന്നുണ്ടെങ്കിൽ നടന്നിട്ടാ പോവുക, ബസ് ഒഴിവാക്കും, നടന്നിട്ട് പോകും. അപ്പൊ ഒരു ദിവസം എക്സസൈസ് ചെയ്തില്ലെങ്കിൽ കൂടിയും നന്നായിട്ട് നടന്ന് വേർക്കുമ്പോഴത് മാറും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രോട്ടീൻ സോഴ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തി അങ്ങനെ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, അത്യാവശ്യം മാറ്റം അല്ലെങ്കിൽ ചേഞ്ചസ് എന്റെ ഇതിലെ ബോഡിയിൽ എനിക്ക് കണ്ടു തുടങ്ങി. വലിയ രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഒറ്റയടിക്ക് നമുക്ക് മാറ്റം അത് നമുക്ക് ആർക്കും പറ്റില്ല. 2-3 മാസം, ഒരു 1-2 മാസം കൊണ്ട് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ല. കുറച്ച് നാളെടുത്തിട്ട് നമ്മള് ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ അത് ലോങ് ടേമിൽ നിൽക്കുന്ന എന്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. കുറച്ചു കാലം കൊണ്ട് നമുക്ക് പറ്റില്ല, കുറെ നാളെടുത്തിട്ടാണ് നമ്മുടെ ലൈഫിൽ നമുക്കൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയാലാണ് അത് കൂടുതൽ കാലം നിലനിൽക്കുള്ളൂ. അപ്പോ ഇങ്ങനെ കുറച്ച്, അതായത് എന്റെ ഒരു എയിം എന്ന് പറയുന്നത് ഈ രോഗങ്ങള് കൂടുതലായിട്ട് ഇങ്ങനെ ഒന്നിനു പുറകെ അതായത് ഒരു രോഗം കഴിയുമ്പോൾ മറ്റൊരു രോഗം, അത് കഴിയുമ്പോൾ വേറൊന്ന്, ആ ഒരു രീതിയിലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ആസ്മയുള്ള ഒരാളാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ ശ്വാസം മുട്ട് കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ 2 ദിവസമായിട്ട് എനിക്കുണ്ട്. ഇപ്പൊ ഈ കാലാവസ്ഥ ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് എനിക്ക് ശ്വാസം മുട്ട് കാര്യങ്ങൾ. ഇന്നലെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, മരുന്ന് വാങ്ങിച്ചു. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ആളുകള് കാണുമ്പോൾ വിചാരിക്കും എന്താണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നത്, എന്താണ് കഴുത്തൊക്കെ നീണ്ടിരിക്കുന്നതെന്ന് ഇപ്പൊ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോ ഞാൻ പറയും അത് സ്വാഭാവികമാണ്, അത് ഇടയ്ക്ക് ക്ഷീണിക്കുന്നതല്ലേ, കുഴപ്പമില്ല. ആൾക്കാരോട് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല, ഡയറ്റിലാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആളുകൾ കാണുമ്പോൾ നമ്മള് ക്ഷീണിച്ചിരുന്നാലും പ്രശ്നമാണ്, നമ്മൾ വണ്ണം വെച്ചാലും ആളുകൾക്ക് പ്രശ്നമാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്താ ഇങ്ങനെ ഇരിക്കുന്ന, മുഖമൊക്കെ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, കഴുത്തൊക്കെ എന്താണ് നീണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ഇന്നലെ ഡോക്ടറോട് എന്റെ കൺസേൺ പറഞ്ഞു, ഡോക്ടറെ ഇങ്ങനെ പറയുന്നുണ്ട് ആളുകള്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ആളുകളൊക്കെ പറയട്ടെ, അതൊന്നും മൈൻഡ് ആക്കണ്ട, നമ്മൾ എത്രയും നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നോ അത്രയും നല്ലതാണ് എന്നാണ് ഡോക്ടർ എന്നോട് അഡ്വൈസ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞു വന്നത് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ചില കാര്യങ്ങള് വലിയ രീതിയിലൊന്നും പ്രാവർത്തികമാക്കണ്ട, എന്നാലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഫുഡിലും അതുപോലെ വർക്കൗട്ടിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്തായിരുന്നു? സ്പീഡാണോ? അതായത് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് ഒരു ചെറിയ മൂവ്മെന്റ് എങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതായത് കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്പീഡ് എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ കിച്ചണിൽ നിന്ന് നമ്മളൊരു സാധനം നമ്മൾ ബെഡ്റൂമിൽ കൊണ്ടുവയ്ക്കുവാണ്, അതായത് ഒരു 15 സെക്കൻഡ് കൊണ്ടാണ് നമ്മളത് കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് സ്പീഡ് എന്ന് പറയാം. അതിന് പകരം നമ്മൾ തൂങ്ങിപ്പിടിച്ച് കുറെ നേരം എടുത്തിട്ട് അതിന് സാധനം കൊണ്ടുവന്ന് വെക്കുന്നെങ്കിൽ നമുക്ക് അതിനെ സ്പീഡ് എന്ന് പറയാനായിട്ട് സാധിക്കുമോ? പറ്റുമോ? ഇല്ല. ഇല്ല. അതായത് നമ്മളുടെ ഈ പറയുന്ന, അതായത് നമുക്ക് സ്ട്രെങ്ത്തും എൻഡറൻസും ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് വന്നു ചേരുന്നത്, സ്പീഡും ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊക്കെ പരസ്പരം എന്താണ്, റിലേറ്റഡ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് എജിലിറ്റി ആണ് കേട്ടോ. ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? എജിലിറ്റി. A skill-related component of physical fitness that relates to the rapidly changing the position of the entire body in space with speed and efficiency. വളരെ വേഗത്തിലും കാര്യക്ഷമതയോടും കൂടി നമ്മുടെ എൻറ്റയർ ബോഡി, നമ്മൾ തന്നെ സ്പീഡായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റിയാണ് എജിലിറ്റി. ഓക്കെ, അതായത് നമ്മുടെ ശരീരം വളരെയധികം സ്പീഡോടും വളരെയധികം ആക്യുറേറ്റ് ആയിട്ടും ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാനുള്ള കഴിവിനെയാണ് എജിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ശരീരം എന്താണ്, നമ്മുടെ ബോഡി പാർട്സ്, നമുക്ക് കൈ, കാൽ, അല്ലെ, തല, അല്ലെ, കുറേയധികം പാർട്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അത് നമുക്ക് ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് വളരെയധികം വേഗത്തിലും അതുപോലെ തന്നെ സ്പീഡിലും ചലിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? എജിലിറ്റി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുവാണെങ്കിൽ, ഇപ്പൊ സ്പോർട്സുമായി ബന്ധപ്പെട്ട്, ഇപ്പൊ
ഫുട്ബോൾ കളിക്കുന്ന ആള് അല്ലെങ്കിൽ വോളിബോൾ കളിക്കുന്ന ആള് അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എജിലിറ്റി യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ പിന്നെ ഷട്ടിൽ കളിക്കുന്ന ആളുകള്, ഷട്ടില് നമ്മൾ കളിക്കുമ്പോൾ ഷട്ടിൽ നമ്മളിങ്ങനെ കളിക്കുകയാണ്. അപ്പൊ നമ്മളുണ്ട് വേറൊരു ഭാഗത്ത്, മറ്റൊരു ഓപ്പോസിറ്റ് ഭാഗത്ത് വേറൊരു വ്യക്തിയുണ്ട്. അപ്പൊ നമ്മൾ കോക്ക് എറിയുമ്പോൾ തിരിച്ചയാൾ ഇങ്ങോട്ട് റിട്ടേൺ അത് ചെയ്യുമ്പോൾ നമുക്ക് അത് നോക്കണം, നോക്കിയിട്ട് നമ്മുടെ കൈ അവിടെ എത്തണം അല്ലെ? എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ അതിൽ നിന്ന് ഔട്ട് ആവാതിരിക്കുക. അപ്പൊ നമുക്ക് കൃത്യസമയത്ത് നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യാൻ സാധിക്കണം? മൂവ് ചെയ്യാനായിട്ട് സാധിക്കണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. ഇപ്പൊ ഫുട്ബോൾ കളിക്കുന്ന ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ബാഡ്മിന്റൺ, ഡാൻസും അതെ അതെ കൃത്യമായിട്ട്. അതായത് പാട്ട്, ഡാൻസിന്റെ വേറെ വരുന്നുണ്ട് കേട്ടോ, താഴെ വരുന്നുണ്ട് ഡാൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് നമ്മുടെ കൈ കാലുകൾ കൃത്യമായിട്ട് മൂവ് ചെയ്യാനായിട്ട്, അത് കൃത്യസമയത്ത്, വളരെയധികം ലേറ്റ് ആയിട്ടല്ല കേട്ടോ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചലിപ്പിക്കേണ്ടത്. കൃത്യസമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് സാധിക്കും. ജിംനാസ്റ്റിക് ഒരു എക്സാമ്പിൾ. ജിംനാസ്റ്റിക് അത് വരും. ഓക്കെ, തന്നെ അടുത്തത് നിങ്ങൾ റീഡ് ചെയ്തോളൂ കേട്ടോ. കോർഡിനേഷൻ ഒരാളൊന്ന് വായിക്കാമോ? കോർഡിനേഷൻ. A skill-related component of physical fitness that relates to the capacity to use the sense, such as sight and hearing, together with body parts in performing motor tasks evenly and accurately. എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മുടെ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും, അതായത് ഈക്വൽ ആയിട്ട് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതിനാണ് കോർഡിനേഷൻ പറയുക. അതായത് ഹിയർ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ നമുക്ക് ചെയ്യാനും പറ്റുന്ന രണ്ട് സെൻസും കൂടിയിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് കോർഡിനേഷൻ. അതായത് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. അതായത് നമ്മുടെ സെൻസ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ, നമ്മുടെ ബോഡി പാർട്സ് നമ്മുടെ സെൻസ് പറയുന്നതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇതാണ് ഞാൻ പറഞ്ഞ ഡാൻസിങ് എന്ന് പറയുന്നത്. ഡാൻസ് നമ്മൾ ചെയ്യുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ഒരു പാട്ട് വെക്കുന്നു അല്ലെ? എന്തായാലും ഡാൻസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ഒരു സോങ് ഉണ്ടാവും അല്ലെ? ആ സോങ് ഒന്നില്ലെങ്കിൽ അത് നമ്മള് ഇപ്പോ സാധാ നമ്മള് പാട്ട് വെക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ പാടുന്നതായിരിക്കും. ഇപ്പൊ നമ്മള് ചില ക്ലാസിക്കൽ ഡാൻസിലൊക്കെ കാണാറുണ്ട്, ഒരാൾ അവിടെ നിന്ന് പാടും, അതിനനുസരിച്ച് ഡാൻസ് കളിക്കും. അപ്പൊ രണ്ടിലും സോങ് നിർബന്ധമാണ്. അപ്പൊ ഈ സോങ് പാടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ സോങ് ഇതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ വ്യക്തിയുടെ കൈകാലുകൾ മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ? അതൊന്നും തെറ്റിപ്പോയി കഴിഞ്ഞാല് അവിടെ നിൽക്കില്ലേ? തോന്നാറുണ്ടോ അങ്ങനെ? സോങ്ങിൽ നിങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജില് നിങ്ങൾ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കാൻ ചെയ്യും, പെട്ടെന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, അതായത് ആ സോങ് അവിടെ സ്റ്റോപ്പായി. പിന്നെ ആൾക്ക് എന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്നൊരു മിസ്റ്റേക്ക് അവിടെ വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട്, അതായത് ആ സോങ്ങിനോടനുബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൈയും കാലും ആ മൂവ്മെന്റ് ഒക്കെ എന്ത് ചെയ്യാണ്? അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ എന്താ പറയാ, ആ ഒരു ഹിയറിംഗ് കപ്പാസിറ്റി വരുന്നുണ്ട് ഇവിടെ. അത് കേൾക്കുന്നതിനനുസരിച്ചിട്ടാണ് അവിടെ മൂവ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ എന്താ പറയാ കണ്ണ്, അതായത് നമ്മുടെ ഐ, അതുപോലെ ഹാൻഡ്, ലെഗ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിലൂടെ? ഈ ഡാൻസിങ് എന്ന് പറയുന്ന ഫോമിലൂടെ. ഓക്കെ, ദാറ്റ് ഈസ് കോർഡിനേഷൻ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെയാണോ? ഓക്കെയാണ്. ആരെങ്കിലും ഒരു ആക്ഷൻ സോങ്ങോ സ്റ്റോറിയോ പറയാമോ? ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ഷൻ സോങ് സ്റ്റോറി ഒക്കെ പ്രിപ്പയർ ചെയ്ത് വരാനായിട്ട്. ആരെങ്കിലും ചെയ്യാമോ ഒരു ആക്ഷൻ സോങ്? ആരുമില്ല? വീഡിയോ ആണോ മാം? വീഡിയോ ആയിട്ടാണോ? വീഡിയോ വേണ്ട, ഓഡിയോ മതി. നമ്മള് കുഞ്ഞിലെ കേട്ടതല്ലേ, അങ്ങനെയുള്ള വേണം. അതെ, ഓക്കെ, പാടട്ടെ? പാടിക്കോളൂ. Are you sleeping? Are you sleeping? Brother John, Brother John. Morning bells are ringing. Morning bells are ringing. Ding dong bell, ding dong bell.
താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്ലാസ്സിൽ ആക്ഷൻ സോങ്ങും സ്റ്റോറിയും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വരണം കേട്ടോ. ഓക്കെ, യെസ് മാം. എപ്പോഴും നമുക്ക് ക്ലാസ് മാത്രം ആവുമ്പോൾ ബോറടിക്കും. ഇടയ്ക്ക് ഇങ്ങനെയുള്ള ആക്ഷൻ സോങ്, സ്റ്റോറി, ഡാൻസ് വേണമെങ്കിൽ ഡാൻസ് ചെയ്യാം. യോഗ ചെയ്യുന്ന ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടോ? എനിക്ക് തോന്നുന്നുണ്ടോ യോഗ ഈ ക്ലാസ്സിലാണോ? പറഞ്ഞായിരുന്നു ഈ ആ, ക്ലാസ്സിൽ. യോഗ പോസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസൻ അല്ലേ? ഓർമ്മയുണ്ടോ? ആ, എപ്പോഴാ ചെയ്യുന്നേ? കവിതയാണല്ലേ? അതെ. എപ്പോഴാ ചെയ്യുന്നത്? അടുത്ത ക്ലാസ്സിൽ ചെയ്യാമോ? യോഗ വീഡിയോ ആയിട്ടാണോ? എന്താണ്? ആ, വീഡിയോ വേണം. വീഡിയോ വേണം. അതെ. അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുമോ നോക്കൂ കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാമെന്നാ. ഇത്രയും മതി ഇന്നത്തെ ക്ലാസ്സിൽ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്, അതുപോലെ തന്നെ ഒരു പുതിയ ചാപ്റ്ററും തുടങ്ങാം കേട്ടോ. അടുത്ത ക്ലാസ്സോട് കൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ആവും. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. സൈൻ ഔട്ടിനായി അശ്വതിയെ ക്ഷണിക്കുന്നു. എന്റെ പേര് അശ്വതി എന്നാണ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുത്തത് അശ്വതി മിസ്സാണ്. മിസ്സിന് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇത്രയും നല്ലൊരു ക്ലാസ്സിനകത്ത് തന്ന മിസ്സിന് താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു സോ മച്ച് അശ്വതി. പിന്നെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് ആരായിരുന്നു? ഇന്ന് കോർഡിനേറ്റ് ചെയ്തത് ആരായിരുന്നു? നൂർഷ. ബിഗ് താങ്ക്സ് കേട്ടോ. ഇതുപോലെ തന്നെ ഇനിയും അടുത്ത ക്ലാസ്സുകളിൽ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രയർ ഉണ്ടാവുക, സൈനിങ് ഉണ്ടാവുക, സൈൻ ഔട്ട് ഉണ്ടാവുക, തോട്ട് ഉണ്ടാവുക, ആക്ഷൻ സോങ് ഉണ്ടാവുക, സ്റ്റോറി പറയുക, ഇതൊക്കെ ചെയ്യാം. ഓക്കെ മിസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ട്യൂസ്ഡേ കാണാം കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു താങ്ക് യു മിസ്. മിസ്.